Hi dears, welcome back to our channel Rasina Niyas. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം കേട്ടോ. ഇന്ന് വ്ളോഗൊന്നും ഇല്ല, ഡെയിലി ഞാൻ വ്ളോഗ് തന്നെയല്ലേ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് അതെല്ലാം മാറ്റി പിടിച്ച് ഇന്ന് ഞാൻ പഴയതായിട്ട് ഞാൻ ചെയ്യുന്നുണ്ടായിട്ടില്ലേ, കുറേ മുമ്പ് ചെയ്യുന്നുണ്ടായി സ്കിൻ കെയറും ഹെയർ കെയറും. അപ്പോൾ അതിലേക്ക് പിന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ റീസൺ എന്ന് വെച്ചാൽ പിന്നെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ ഞാൻ മീറ്റ് ചെയ്തപ്പോൾ ഇങ്ങനെ ചാനലിനെ കുറിച്ചൊക്കെ ചോദിച്ചിങ്ങനെ വർത്താനം പറയുമ്പോൾ പറഞ്ഞു എന്താ ഇപ്പോൾ നല്ലൊരു സ്കിൻ കെയറും ഹെയർ കെയറും ഒന്നും കാണിക്കാത്തതെന്ന്. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ആഫ്റ്റർ ബേബി സ്കിൻ കെയറും ഹെയർ കെയറൊക്കെ എനിക്ക് കാണിക്കാൻ പിന്നെ എൻ്റെ സ്കിന്ന് ഞാൻ റിപ്പയർ ചെയ്തെടുക്കാനും കുറേ ടൈമായിട്ടാണ്. അതല്ലാതെ എനിക്ക് സ്കിൻ കെയർ കാണിക്കാൻ പറ്റില്ലായിരുന്നു. എനിക്ക് ഹെയർ കെയർ കാണിക്കായിരുന്നു കേട്ടോ. ആഫ്റ്റർ ഡെലിവറി നന്നായിട്ട് മുടിൻ്റെ കാര്യത്തിലൊന്നും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ സ്കിന്ന് നന്നായിട്ട് ഡാമേജ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആഫ്റ്റർ ഡെലിവറി നമ്മളിപ്പോൾ പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മളെ സ്കിന്നിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും അല്ലേ, കുറേ ഹോർമോൺ വേരിയേഷനും ഉണ്ടല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ആഫ്റ്റർ ഡെലിവറിയും വരും കേട്ടോ. ആഫ്റ്റർ ഡെലിവറി കുറച്ച് സമയം അത് അങ്ങനെ തന്നെ സ്കിന്നിൽ ഉണ്ടാവും. പിന്നെ നമ്മൾ ഈ ഫീഡ് ചെയ്യുന്നതുകൊണ്ടും പിന്നെ ഉറക്കുകൾ ശരിയല്ലാത്തതുകൊണ്ടും നന്നായിട്ട് നമുക്ക് ഉറക്കം കിട്ടാത്തതുകൊണ്ടൊക്കെ അത് നമ്മളെ സ്കിന്നിനെ ബാധിക്കും. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു പ്രോപ്പറായിട്ട് സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിട്ടില്ല. എൻ്റെ സ്കിന്നിനെ ഞാൻ നീറ്റായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ എൻ്റെ സ്കിൻ കുറച്ച് ബെറ്റർ ആയിട്ട് ഉണ്ടാവേണ്ടത് അങ്ങനെ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എൻ്റെ ആ ഫ്രണ്ടിന് ഉത്തരം കിട്ടിയെന്ന് തോന്നുന്നു. ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യുന്നുണ്ട് ആ വീഡിയോ നിനക്ക് വേണ്ടിയിട്ടാട്ടോ, നോക്കിക്കോ. അപ്പോൾ ഇന്ന് ഞാൻ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാലില്ലേ, നമ്മളെ സ്കിന്നിന് നമുക്ക് ആർക്കും, പ്രത്യേകിച്ച് ലേഡീസിന് ഒരു 30 ആയാലും പിന്നെ നമുക്ക് നമ്മുടെ ഫേസിന് നമ്മൾ മൊത്തത്തിൽ ഒരു പ്രായമായിട്ട് കാണിക്കുന്ന ഒരു ലുക്ക് നമുക്ക് ആർക്കും ഇഷ്ടപ്പെടില്ല. എല്ലാവർക്കും അങ്ങനെ തന്നെ കേട്ടോ. 30 എല്ലാം കഴിഞ്ഞാൽ അയ്യോ നമുക്ക് പ്രായം തോന്നുന്നുണ്ടോ ഇത് ചിന്തിച്ച് ഭയങ്കര ഒരു ഡിപ്രസ് ആയിട്ട് ഇരിക്കുന്നല്ലാതെ അതിൻ്റെ പുറകെ അതിനെന്താ നമുക്ക് ചെയ്യാൻ പറ്റുകയെന്ന് കുറേ പേര് ചിന്തിക്കാറില്ല. പക്ഷെ കുറേ പേര് സ്കിൻ കെയർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് ആൾക്കാർ സ്കിൻ കെയറിൻ്റെ മുകളിൽ ഭയങ്കരമായിട്ട് സമയം ചെലവഴിക്കുന്നുണ്ട്, പൈസ ചെലവഴിക്കുന്നുണ്ട്, കുഴപ്പമില്ലാതെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ കുറേ ആൾക്കാരുണ്ട്, ഒരു കാറ്റഗറി ആൾക്കാർ വെറുതെ ഇങ്ങനെ ചിന്തിച്ചിട്ടേ ഇരിക്കും, എൻ്റെ സ്കിന്ന് ഡല്ലാണ്, എൻ്റെ സ്കിന്നിൽ അങ്ങനെ പ്രശ്നം ഇങ്ങനെ പ്രശ്നം. കുറേ എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് എന്താ പറയുക പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കലുണ്ട് കേട്ടോ. എൻ്റെ സ്കിന്നിൽ എൻ്റെ ഫേസിൽ ഇങ്ങനത്തെ പ്രോബ്ലം ഉണ്ട്, അതിനെന്താ ചെയ്യേണ്ടത്, എൻ്റെ സ്കിന്ന് ഫുള്ള് ഒരു എന്താ പറയുക മൊത്തം കുഴിയാണ്, അതിനെന്താ ചെയ്യേണ്ടത്, കുറേ ആളിങ്ങനെ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാറുണ്ട്. ഞാൻ അപ്പോൾ അവർക്ക് എന്താ സൊല്യൂഷൻ ചെയ്യാൻ പറ്റുന്നത് അത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളെ ഫേസിൽ നിങ്ങൾ നന്നായിട്ട് ഈ ഞാൻ പറഞ്ഞു വരുന്നത് സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുക. സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ സോപ്പ് ഇട്ടിട്ട് ഫേസ് വാഷ് ചെയ്തിട്ട് മുഖം വൃത്തിയാക്കി നമ്മൾ ഏതെങ്കിലും ഒരു ഡേ ക്രീം ഇടുന്നതല്ല സ്കിൻ കെയർ കേട്ടോ. സ്കിൻ കെയർ പ്രോപ്പർ ആയിട്ടുള്ള സ്കിൻ എന്ന് വെച്ചാൽ നമ്മൾ മോയ്സ്ചറൈസർ ഇടണം, സൺസ്ക്രീൻ ഇടണം, അതുപോലെ തന്നെ നന്നായിട്ടുള്ള ഒരു നൈറ്റ് ക്രീമും യൂസ് ചെയ്യണം കേട്ടോ. ഇതാണ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ, ഒരു ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ. പിന്നെ അതിൻ്റെ അപ്പുറത്ത് എന്താ പറയുക മതികടന്ന് പോയിട്ടുള്ള സ്കിന്നാണ്, ഭയങ്കരമായിട്ട് ഡാമേജ് ആയിട്ടുള്ള സ്കിന്നാണെങ്കിൽ അതിന് നമ്മൾ സിറംസ് യൂസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ പീലിംഗ് സൊല്യൂഷൻസ് യൂസ് ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ആ ഡെഡ് സ്കിൻ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയെല്ലാം ഉണ്ട്. നിങ്ങൾ നോർമലായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ എൻ്റെ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു, ഇതുപോലെ തന്നെ സ്കിൻ കെയറിൽ ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു കേട്ടോ. തീരെ സ്കിൻ കെയർ ചെയ്യാത്ത ഒരാളായിരുന്നു. അപ്പോൾ ഇതിലിടക്ക് ഞാനിപ്പോൾ 1 month ആയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുക, നല്ല ഒരു സ്കിൻ കെയർ പ്രൊഡക്റ്റ് മേടിക്കുക. ഫസ്റ്റ് മോയ്സ്ചറൈസറും അതുപോലെ തന്നെ നന്നായിട്ടുള്ള ഒരു സൺസ്ക്രീനും അതുപോലെ തന്നെ ഒരു നൈറ്റ് ക്രീമും മേടിക്കുകയാണ്. അപ്പോൾ ഉള്ള നല്ല ഒരു കമ്പനീൻ്റെ നന്നായിട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് തന്നെ നല്ലൊരു സ്കിൻ കെയർ പ്രൊഡക്റ്റുകൾ മേടിച്ചിട്ടുണ്ട്. മാഷാഅല്ലാ 1 month തന്നെ നന്നായിട്ടുണ്ട്. ഉള്ള ഫേസിന് നന്നായിട്ടുള്ള റിസൾട്ട് ഉണ്ട് കേട്ടോ. നന്നായിട്ട് ഗ്ലോയിങ് കൊണ്ടും ഫുള്ള് മൊത്തത്തിലുള്ള സ്കിന്നിൻ്റെ ആ ഒരു ഫേസിൻ്റെ ആ ഒരു ടെക്സ്ചർ ഈവൻ ടോൺ ആയിട്ടുണ്ട്, എല്ലായിടത്തും ഒരേ കളർ ആയിട്ടുണ്ട്. ആദ്യം ഓൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ലിപ്പിൻ്റെ സൈഡിലും കണ്ണിൻ്റെ അടിയിലും വേറെ ടൈപ്പ് ഒരു ടാൻ അടിച്ച പോലെയെല്ലാം വേറെ കളറെല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോൾ നീറ്റായിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ ഓൾ സ്റ്റാർട്ട് ചെയ്തത് കൊണ്ടാണ്. പിന്നെ വെറും സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്തത് കൊണ്ട് ആയോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ആവില്ല കേട്ടോ. വെറും സ്കിൻ കെയർ മാത്രം നമ്മൾ ചെയ്തിട്ട് അതിൽ നമുക്ക് റിസൾട്ട് ഉണ്ടാവില്ല. നമ്മൾ അകത്തേക്ക് കൊടുക്കുന്ന നമ്മളെ ഗട്ട് ഹെൽത്ത് നന്നായിട്ട് വെക്കണം. ഇത് മുമ്പത്തെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് വെള്ളം കുടിക്കുക, അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ഭക്ഷണങ്ങൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുക, കൂടുതലായിട്ട് ഓയിൽ ഫുഡ് നമ്മൾ എടുക്കാതിരിക്കുക, ജങ്ക് ഫുഡ് നമ്മൾ എടുക്കാതിരിക്കുക, അപ്പുറത്ത് നമ്മൾ ഭക്ഷണം കൂടുതലും അവോയ്ഡ് ചെയ്യുക. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മളെ സ്കിൻ കെയർ നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ടെന്ന് തന്നെ വരും കേട്ടോ.
അപ്പോൾ ഓക്കെ, ഇന്നത്തെ ടോപ്പിക് അതെല്ലാം ഞാൻ പറഞ്ഞ് അങ്ങോട്ടേക്ക് വന്നതാണ്. കുറേ ആളുടെ പ്രശ്നം ഞാൻ പറഞ്ഞില്ല, പിന്നെ ഞാൻ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്തു. ആ ഫ്രണ്ടിൻ്റെ ഫേസിനുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മൊത്തത്തിൽ ഫേസിന് റിങ്കിൾസ് വന്നിട്ടുണ്ട്. പക്ഷേ റിങ്കിൾസ് വരാനുള്ള പ്രായം ആയിട്ടില്ല, എന്നാലും ഫുള്ളായിട്ട് റിങ്കിൾസ് വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ എന്നാക്കായി ഒരു 3 വയസ്സ് 3-2 വയസ്സ് ചെറിയ ആളാണ്. അപ്പോൾ എൻ്റെ ഫേസും ഓളെ ഫേസും കൂടി നോക്കുമ്പോൾ എന്നാങ്കായി ഒരു 10 വർഷം കൂടുതലുള്ളത് പോലെയുള്ള ഒരു സ്കിൻ ടൈപ്പ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെന്താണ് കാരണം? ഈ സ്കിൻ കെയർ പ്രോപ്പറായിട്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ കേട്ടോ. അപ്പോൾ ഓൾക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര സങ്കടം. എന്നാങ്കായി 1-2 വയസ്സിന് മൂത്തിട്ട് നീ ഇത്ര നന്നായിട്ടുണ്ട്, നിൻ്റെ സ്കിന്ന് നീ നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഒരു ലൈൻസും റിങ്കിൾസും ഒന്നും വന്നിട്ടില്ല. പിന്നെ ഈ ഒരു മൗത്തിൻ്റെ ഏരിയയിലെല്ലാം ഇങ്ങനെ എന്താ പറയുക, ഒരു കുഞ്ഞ ലൈനെല്ലാം വരും, അതൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. കണ്ണിൻ്റെ അടിയിലും എല്ലാം വന്നിട്ടുണ്ട്. പിന്നെ ഫോർഹെഡിൽ 3-4-5 വരകളുണ്ട്. ഇന്ന് ഞാൻ മെയിൻ പറയുന്നത് ഫോർഹെഡിന് വേണ്ടിയിട്ടുള്ളത് മാത്രം കേട്ടോ. അപ്പോൾ ഓളെ ഫോർഹെഡിൽ 3-4 ലൈൻ ഉണ്ട്. അത് സാധാരണയായിട്ട് കുറച്ച് ഇങ്ങനെ പ്രായമുള്ള അമ്മമാർ എന്താ പറയുന്നത്, 3-4 വര ഉണ്ടെങ്കിൽ നിനക്ക് 3-4 കുഞ്ഞുങ്ങളാണ് ഇങ്ങനെ വര വന്നിട്ടുണ്ടെന്ന്. പക്ഷേ അത് അങ്ങനെയൊന്നുമല്ല. നമ്മൾ സ്കിൻ കെയർ ഇല്ലാത്തത് കൊണ്ടും നമ്മൾ പ്രോപ്പറായിട്ടൊരു ഡയറ്റ് എടുക്കാത്തത് കൊണ്ടുമാണ് നമ്മൾ സ്കിൻ ഇങ്ങനെ ഡാമേജ് ആയിട്ട് ഇങ്ങനെ സാഗി ആയിട്ട് ലൈന് വീണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ലൈന് പ്രായമായിട്ട് ലൈന് വരും എന്നുള്ളത് നിങ്ങളൊന്ന് അവിടെ കട്ട് ഓഫ് ചെയ്യട്ടെ. പ്രായമായ ലൈന് വരും എന്നുള്ളത് അങ്ങനെ വിശ്വസിച്ചിരിക്കുക. നമുക്ക് പ്രായമായില്ല, നമ്മുടെ ഫേസിന് ഇനി റിങ്കിൾസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യും, നമ്മൾ ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഇതൊന്ന് ശ്രദ്ധിക്കാം. പ്രായമായി എന്ന് വെച്ചിട്ട് ലൈന് വരണമെന്ന് യാതൊരു നിർബന്ധമില്ല. നമുക്ക് എക്സ്ട്രാ നമ്മൾ സ്കിന്നിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഓളെ ഈ ഒരു പ്രശ്നത്തിന് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പരിഹാരം കൊടുക്കുക. അപ്പോൾ മൊത്തത്തിൽ നമ്മളെ ഫോർഹെഡ് ഇങ്ങനെ എന്താ പറയുക, മൊത്തത്തിൽ ഒരു 4-5 വര ഇങ്ങനെ, ഒരു 4 വര ഇങ്ങനെ, മൊത്തത്തിൽ ഇവിടെ അങ്ങനെ ചുളുങ്ങി ഇതൊക്കെ അങ്ങനെ വീണ് പോയിട്ടുണ്ടാവും. സോ അങ്ങനെയുള്ള ആൾക്കാർ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പം തുടങ്ങിയ ഈ ഒരു വീഡിയോ ഞാനൊരു 5 സ്റ്റെപ്പായിട്ട് ഒരു സീരീസ് പോലെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഫോർഹെഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഐബ്രോസ്, പിന്നെ നമ്മുടെ കണ്ണിന്, നമ്മളെ നോസിന്, നമ്മളെ ചീക്സിന്, നമ്മളെ ചിന്നിന്, നമ്മളെ ലിപ്പ് ഏരിയക്ക്, ഇങ്ങനെയെല്ലാം ഉള്ള ഓരോരോ വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടുതരാം പ്രോപ്പറായിട്ട്. ഇതിന് മുമ്പേ ഞാൻ മൊത്തത്തിൽ ചെയ്യുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആരും അത് പ്രോപ്പറായിട്ട് എന്താ പറയുക, ഫുള്ളായിട്ട് കാണുന്നുമില്ല, അത് ചെയ്യുന്നുമില്ല. മൊത്തത്തിലാകുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂസ് ആവുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഓരോരോ ഫേസിൻ്റെ ഓരോരോ പാർട്ടായിട്ട് വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും കാണുക. പിന്നെ ഇല്ലേ, ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിലേക്ക് വരുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. എന്നിട്ട് ഒത്തിരി സപ്പോർട്ട് ചെയ്യുക. നല്ല നല്ല വീഡിയോസ് ഉണ്ട്, പോയിട്ട് കാണുക എൻ്റെ ചാനലിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഒന്നാമത് നന്നായിട്ട് നമുക്ക് ഫേസിന് നന്നായിട്ട് റിങ്കിൾസ് ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് നന്നായിട്ട് വെള്ളം കുടിക്കട്ടെ. നമ്മൾ വെള്ളം കുടിക്കുന്നത്രയും നമ്മുടെ സ്കിന്ന് നന്നായിട്ടുണ്ട്, നല്ല ഗ്ലോ ആയിട്ട്. നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഒരു 3-4 ഗ്ലാസ് വെള്ളം കുടിക്കുക. നിങ്ങൾ ആറാമിൽ വെള്ളം കുടിച്ചിട്ട് ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് നിങ്ങൾ കണ്ണാടിയിൽ പോയിട്ട് നോക്കുക കേട്ടോ. നമ്മളെ ഫേസിന് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ട്, എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ട്. ഫേസിന് മാത്രമല്ല, ഓൾ ബോഡിക്ക് ചേഞ്ചസ് വരും കേട്ടോ. നമ്മൾ സ്കിന്നിന് എന്തെങ്കിലും ഒരു ഗ്ലോ ഉണ്ടാകും നിങ്ങൾ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വ്യത്യാസം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ദിവസം ഒരു 3 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കാൻ പറ്റുമ്പോൾ നോക്കുക. 3 ലിറ്റർ പറ്റുന്നില്ലെങ്കിൽ ഒരു 2 ലിറ്ററെങ്കിലും കുടിക്കുക. പോട്ടെ, 1 ലിറ്ററെങ്കിലും നിങ്ങൾ മര്യാദയ്ക്കൊന്ന് കുടിക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ, ഈ ഒരു ഫോർഹെഡിൻ്റെ റിങ്കിൾസ് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നന്നായിട്ടുള്ള വെളിച്ചെണ്ണ കൊണ്ട് മസാജ് എന്നൊക്കെ ഞാൻ ആദ്യം പറഞ്ഞു തന്നായിരുന്നു. ഇപ്പം ഞാൻ പറയുന്നത് അങ്ങനെ ഒരു വെളിച്ചെണ്ണ യൂസ് ചെയ്തിട്ട് നിങ്ങൾ മസാജ് ചെയ്യേണ്ട. വെളിച്ചെണ്ണ സ്കിന്നിന് ഒരു മെലനിൻ പ്രൊഡക്ഷൻ കൂടുതലാക്കും, അതുമൂലം തന്നെ ഒരു ബ്ലാക്ക് ഷെയ്ഡ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ഇവിടെ മാർക്കറ്റിൽ നല്ല നല്ല ഫേഷ്യൽ ഓയിൽസ് ലഭിക്കും കേട്ടോ. നല്ല നല്ല ഫേഷ്യൽ ഓയിൽ ഉണ്ടാവും, അത് നിങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനിയിപ്പോൾ നല്ല ഫേഷ്യൽ ഓയിൽസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ബദാം ഓയിൽ യൂസ് ചെയ്യുക, ഇനിയൊന്ന് ഓലിവ് ഓയിൽ യൂസ് ചെയ്യുക. അത് രണ്ടും സ്കിന്നിന് വളരെ ഹെൽപ്ഫുള്ളാണ്. പിന്നെ ഞാനിപ്പോൾ മസാജ് ചെയ്യുന്നത് നമ്മളെ ബേബിക്ക് മസാജ് ചെയ്യുന്ന ഓയിലില്ലേ, ബേബീൻ്റെ മസാജ് ഓയിൽ എടുത്തിട്ടാണ് ഞാൻ ഫേസ് മസാജ് ചെയ്യുക. റെഗുലറായിട്ട് 2 ടൈംസ് ഞാൻ മസാജ് ചെയ്യും, രാവിലെയും വൈകുന്നേരം. എനിക്കും ചെയ്യും ബേബിക്കും ചെയ്യും കേട്ടോ. കാരണം എൻ്റെ സ്കിന്ന് അത്ര ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത്, നല്ല ഒരു മോയ്സ്ചറൈസർ, നിവ്യ, പോൺസ്, അങ്ങനെയൊക്കെ നല്ല നല്ല മോയ്സ്ചറൈസർ ഇല്ലേ, ആ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഫോർഹെഡിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്ലൈ ചെയ്തിട്ട് ഇപ്പോൾ എൻ്റെ സ്കിന്ന് മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ട് ഞാൻ കേട്ടോ. അതുകൊണ്ട് ഞാൻ അത്ര യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ മോയ്സ്ചറൈസർ കുറച്ച് എടുക്കുന്നുണ്ട്. എന്നിട്ട് കയ്യിൽ നന്നായിട്ട് റബ്ബ് ചെയ്യുക. ഏതെങ്കിലും ഒരു ഓയിൽ നിങ്ങൾ യൂസ് ചെയ്യരുത് കേട്ടോ. ഫേസിനായിട്ട് നിങ്ങളൊരു ഓയിൽ കണ്ടെത്തുക. അതായത് ബദാം ഓയിൽ ഉണ്ടാവും, അല്ലെങ്കിൽ ഓലിവ് ഓയിൽ ഉണ്ടാവും, അല്ലെങ്കിൽ ഒന്നുമില്ല, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ തന്നെ മതി. എന്നിട്ട് നന്നായിട്ട് അതിനെ നമ്മൾ കയ്യിൽ വെച്ചിട്ട് റബ്ബ് ചെയ്തിട്ട് നന്നായിട്ട് ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ച് ഇങ്ങനെ വലിക്കട്ടെ. ഇത് ഒരു
10-20 പ്രാവശ്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ ചെയ്യട്ടോ. ഇത് നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്യുക. ഈ ഒരു മസാജ് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഫോർഹെഡിൽ ഇങ്ങനെയുള്ള ലൈൻ ഉണ്ടാവില്ലേ, ഇങ്ങനെയുള്ള ലൈനിനാണ് ഈ ഒരു മസാജ് ചെയ്യുന്നത് കേട്ടോ. ഈ മസാജ് ചെയ്തിട്ട് ഇവിടുന്ന് ഈ സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട്, ഇതിപ്പോൾ ഞാനിവിടെ ഹെയർ എല്ലാം ഉള്ളതുകൊണ്ട് 2 വിരൽ വെച്ചിട്ടുള്ളൂ, നിങ്ങൾക്ക് മൊത്തം വെക്കാൻ പറ്റുവാണെങ്കിൽ മൊത്തം വിരലും വെക്കുക. നല്ല പ്രഷർ കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ വലിച്ചിട്ട് ഇവിടെ നമുക്കൊരു ടെമ്പിൾ പോയിന്റ് ആണ്, മർമ്മം എന്നൊക്കെ പറയില്ലേ, അവിടെ നന്നായിട്ടൊന്ന് പ്രഷർ കൊടുക്കുക. അങ്ങനെ ഒരു 10-20 പ്രാവശ്യം ഇങ്ങനെ വലിക്കുക. അപ്പോൾ ഈ ഒരു നമുക്ക് നേരെയുള്ള ഈ ഒരു ലൈനിന് ഇങ്ങനെ മസാജ്. പിന്നെ ചില പേർക്ക് ഇങ്ങനെയുള്ള ലൈൻ ഉണ്ടാവും, നീളത്തിലുള്ള ലൈൻ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ മസാജ് കൊടുക്കുക, ഈ ഒരു രീതിയിൽ മസാജ് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ മസാജ് കൊടുക്കുമ്പോൾ ഫോർഹെഡിൻ്റെ കൂടെ തന്നെ നമ്മൾ ഹൈബ്രോസും കൂടി നന്നായിട്ട് പൊങ്ങി ലിഫ്റ്റായിട്ട് ഇരിക്കും. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഒരു മസാജ് കൊടുക്കുക. ഓക്കെ, ഇത് രണ്ടും നിങ്ങളൊരു 20 തവണ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് സിഗ്സാഗ് മസാജ് എന്ന് പറയും. ഇത് ഇങ്ങനെ ഫുള്ള് ഫോർഹെഡിൽ നിങ്ങൾ, അപ്പോൾ നിങ്ങൾ ഒരു കുറച്ച് ദിവസം, ഒരു 2 ദിവസം നിങ്ങൾക്ക് മൊത്തം ഫേസിന് മസാജ് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു 2-3 ദിവസം ഫോർഹെഡിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഒന്ന് നീറ്റാക്കൂ. എന്നിട്ട് ബാക്കിയുള്ളത് ചെയ്യാൻ ഞാൻ ബാക്കിയുള്ളത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ സിഗ്സാഗ് മസാജ് വളരെ നല്ലതാണ് നമ്മളെ സ്കിന്നിന്, നമ്മുടെ ഫോർഹെഡിൻ്റെ സ്കിന്ന് നന്നായിട്ട് ടൈറ്റൻ ചെയ്യാൻ വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ ഫോർഹെഡിൽ ബ്ലാക്ക് മാർക്കെല്ലാം ഉണ്ടെങ്കിൽ, മെലാസ്മ ഉണ്ടെങ്കിലൊക്കെ ഈ ഒരു മസാജ് കൊണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് അത് മാറി കിട്ടും. പക്ഷേ ഇനിയൊരു കാര്യം ഞാൻ പറയാം, ഒരു ദിവസമോ 2 ദിവസമോ ചെയ്തിട്ട് റിസൾട്ട് വന്നിട്ടില്ല എന്ന് പറയരുത്. കുറഞ്ഞത് ഒരാഴ്ചക്ക് മുകളിലെങ്കിൽ നിങ്ങളിത് ചെയ്യാൻ നോക്കും കേട്ടോ. എന്നാലേ നിങ്ങളെ സ്കിന്നിന് മാറ്റം വരുള്ളൂ. 2 ദിവസം 3 ദിവസം ചെയ്തിട്ട് ഇതൊന്നും പറ്റൂല, നമുക്ക് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് വിടരുത്. ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് റിസൾട്ട് തരുന്ന സംഭവം അല്ല. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ മസാജ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ഒരു പ്ലേസിൽ നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും. ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ആകുമ്പോൾ അവിടെയുള്ള ബ്ലാക്ക് മാർക്കും, സ്പോട്ട്സ്, ആക്നീസ്, പിന്നെ ഇതുപോലെ തന്നെ നമ്മളെ സ്കിന്നിന് ഇങ്ങനെ ചുളിവ് വീണിട്ടുണ്ടെങ്കിൽ, നല്ല ലൈൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറിയിട്ട് നന്നായിട്ട് നീറ്റായിട്ടുള്ള സ്കിന്നാക്കും. അപ്പോൾ നിങ്ങൾ ഏത് മസാജ് ചെയ്താലും അതിൻ്റെ അവസാനം ഈ ഒരു മർമ്മത്തിലായിരിക്കും, ഈ ടെമ്പിളിലായിരിക്കണം നിങ്ങൾ ഇങ്ങനെ പ്രഷർ കൊടുക്കട്ടെ. ഒരു ഫ്യൂ മിനിറ്റ്സ് നന്നായിട്ട് പ്രഷർ കൊടുക്കുമ്പോൾ നമുക്ക് നല്ല റിലാക്സിങ് ഫീൽ ആയിരിക്കും അങ്ങനെ ചെയ്യാട്ടോ. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഈ ഒരു മസാജ് വളരെ നല്ലതാണെന്ന്. ഈ ഒരു മസാജ് ഫോർഹെഡിന് മാത്രമല്ല കേട്ടോ, നമ്മുടെ ഹൈബ്രോസിനും വളരെ നല്ലതാണ്. പിന്നെ ഫോർഹെഡിൻ്റെ സ്കിന്ന് നന്നായിട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കുകയാണെങ്കിൽ നന്നായിട്ട് ടൈറ്റൻ ചെയ്യാനും ആ ഒരു മസാജ് വളരെ നല്ലതാണ്. അപ്പോൾ അതൊക്കെ അങ്ങനെ കഴിഞ്ഞിട്ട് നന്നായിട്ട് ഫാസ്റ്റായിട്ട് ഈ ഒരു മസാജ് കൊടുക്കുക, ഫാസ്റ്റായിട്ട് മസാജ് കൊടുക്കുക. എന്നിട്ട് ഇവിടെ അവസാനിക്കുക. ഞാൻ ഇത്ര നേരം പറഞ്ഞത് സ്ലോ മസാജാണ്, അവസാനിപ്പിക്കുക. പിന്നെ ഇല്ലേ, ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുക, പ്രഷർ കൊടുക്കുക, മുകളിലോട്ട് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത് ഇങ്ങനെ നമ്മൾ പൊക്കി പിടിച്ചിട്ട് അവിടെ ഒരു പ്രഷർ, അങ്ങനെ ഒത്ത സ്കിന്നിൽ ഇങ്ങനെ പൊക്കിയിട്ട് ഓരോ പ്രഷർ കൊടുക്കുക കേട്ടോ. ഓക്കെ, ഞാൻ പറഞ്ഞില്ല, ഒരു 20-30 തവണ നിങ്ങൾക്ക് എത്രയാണ് ടൈം ഉള്ളത് അതുപോലെ ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫോർഹെഡിൽ തന്നെ നമ്മൾ മസാജ് കൊടുക്കുന്നത് എങ്കിലും നമ്മൾ ഈ നോസിൻ്റെ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ എടുത്ത് ഇവിടത്തേക്ക് കൊടുക്കുക കേട്ടോ. ഇത് ഫാസ്റ്റായിട്ട് ചെയ്യരുത്, സ്ലോ ആയിട്ട് ചെയ്യണം. നോസിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്ത്. അപ്പോൾ നമ്മൾ ഫേസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കണക്ട് ആയിട്ടുള്ള സംഭവമല്ല, അതിൻ്റെ സ്കിന്നാണെങ്കിൽ അത് ഇവിടെ തന്നെ നമ്മളിങ്ങനെ ഹൈബ്രോ ഇങ്ങനെ പൊക്കുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ഫോർഹെഡ് പൊക്കുമ്പോൾ മനസ്സിലാവും മൂക്കിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ സ്കിന്ന് വലിയാൻ തുടങ്ങും. അപ്പോൾ വലിഞ്ഞിങ്ങനെ ടൈറ്റായിട്ട് ഇരിക്കുമ്പോഴാണ് നമുക്ക് നന്നായിട്ടുള്ള ഫേസിൻ്റെ ഫീച്ചേഴ്സ് ഭാഗിൽ ഡിഫൈൻ ചെയ്ത് നിൽക്കുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഇത് മൊത്തത്തിൽ ഈ ഒരു ഫോർഹെഡ് എന്താ പറയുക തൂങ്ങി പോയിട്ട് ഇങ്ങനെ ഉണ്ടാവും. കണ്ടില്ലേ, ഹൈബ്രോസ് എല്ലാം കുറേ ആൾക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഈ ഒരു രീതിയിൽ. ഐബ്രോ ഒക്കെ ഇങ്ങനെ വന്ന് കണ്ണൊക്കെ കൊഴിഞ്ഞ് കുറച്ച് പ്രായമാകുമ്പോൾ. അപ്പോൾ അതിന് നമ്മൾ വിട്ടുകൊടുക്കരുത്, നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്താൽ എന്തായാലും നീറ്റായിട്ടുണ്ടാവും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു നമ്മളിപ്പോൾ പൊട്ടെല്ലാം ഒരു പ്ലേസിൽ കറക്റ്റായിട്ട് ഹൈബ്രോസിൻ്റെ സെൻറ്റർ അവിടെ നമ്മൾ ഈ ഒരു ഫിംഗർ വെച്ചിട്ട് നന്നായിട്ട് പ്രഷർ കൊടുക്കണം, നന്നായിട്ട്. മൂന്ന് പ്രാവശ്യം ഞാനിപ്പോൾ പ്രഷർ കൊടുത്തിട്ടുണ്ട് നന്നായിട്ട്. ഇവിടെ നമ്മൾ പ്രഷർ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഒരു എക്സ്ട്രാഡിനറി ഫീലായിരിക്കും കേട്ടോ, നല്ല ഒരു സുഖമുള്ളൊരു ഫീലായിരിക്കും. അപ്പോൾ അതുമൂലം തന്നെ നമ്മൾ ഫേഷ്യൽ മസിൽസ് എല്ലാം ഒന്ന് എന്താ പറയുക, ഒന്ന് ഒരു ഉഷാറാവും എന്ന് പറയില്ലേ, അങ്ങനെ ആവും. ചില പേർക്ക് ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ തലവേദന വരാനുള്ള ചാൻസസ് ഉണ്ട്, അത് പേടിക്കരുത്. ഓക്കെ, അപ്പോൾ ഇനി ഒരിക്കൽ കാണിച്ചു തരാം. ഇത് ഈ ഒരു പ്രഷർ പോയിന്റിൽ നന്നായിട്ട് ഈ 2 ഹൈബ്രോസിൻ്റെ സെൻറ്ററിൽ വരും. അപ്പോൾ എനിക്ക് വന്ന സ്ഥലത്ത് തന്നെ നിങ്ങൾക്കും സെൻറ്റർ വരണമെന്നില്ല. ചില ആളുടെ ഹൈബ്രോ മുകളിലായിരിക്കും, ചില ആൾക്ക് താഴെയായിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു സെൻറ്റർ പാർട്ടിൽ ഇവിടെ ഇങ്ങനെ പ്രഷർ കൊടുക്കുക, നീറ്റായിട്ട് 1
2 3 ഈ ഒരു പ്രഷർ കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ ജോ ലൈനിൽ ഇങ്ങനെ വലിക്കുന്നത് പോലെ ഫീൽ ആകും കേട്ടോ. അപ്പോൾ ഈ ഒരു മസാജ് നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യുവാണെങ്കിൽ തന്നെ നിങ്ങളുടെ ഫോർഹെഡിൻ്റെ മൊത്ത പ്രശ്നവും മാറിക്കിട്ടും. അതായത് ബ്ലാക്ക് മാർക്ക് ഉണ്ടെങ്കിലും സ്പോട്ട്സ് ഉണ്ടെങ്കിലും പിമ്പിൾ ഉണ്ടെങ്കിലും പിന്നെ മെയിനായിട്ട് സ്കിന്നിൽ ഇങ്ങനെ ഞെറി വന്നിട്ട് ഭയങ്കര റിങ്കിൾസ് ആണ് പ്രായമായതുപോലെ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു എന്താ പറയുക സ്കിൻ കെയർ സീരീസിൽ നിങ്ങളും ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ കേട്ടോ. അപ്പോൾ ഞാൻ ഫോർഹെഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഫോർഹെഡിൽ നിന്ന് ഏകദേശം നമ്മൾ നെക്ക് വരെ നമുക്കൊരു മസാജ് എടുക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ മസാജാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്തത്. ഇത് എല്ലാവർക്കും, പിന്നെ ചില പേര് പറയും നമുക്ക് റിങ്കിൾസ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ലല്ലോ, നമ്മളിപ്പോൾ 26, 25, 30 ആവുന്നേ ഉള്ളൂ, നമുക്ക് റിങ്കിൾസ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, നമ്മൾ ഫേസെല്ലാം നീറ്റാണ് നമ്മൾ ചെയ്യേണ്ടത്, അങ്ങനെ വിചാരിക്കരുത് ഒരിക്കലും കേട്ടോ. അപ്പോൾ എന്തും സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളതിന് ഒരു പ്രോപ്പർ കെയർ കൊടുക്കുന്നതിലും ഏറ്റവും ഉത്തമമാണ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നന്നായിട്ട് കെയർ ചെയ്താൽ അത് നമുക്ക് നമ്മുടെ സ്കിന്നിൽ വരില്ല കേട്ടോ. അപ്പോൾ ഞാനെന്നും ജോലിക്ക് വന്ന സമയത്തിൽ ഡെയിലി റെഗുലർ മസാജ് ചെയ്തിട്ട് പോകുമായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ സ്കിന്നിന് നന്നായിട്ട് ഗ്ലോ ഉണ്ടായിരുന്നു, റിങ്കിൾസും ഫ്രീ ആയിരുന്നു. പിന്നെ ഇപ്പോൾ ആഫ്റ്റർ ക്യാരിങ് ഇപ്പോൾ കുട്ടി പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്തതോടുകൂടി ഞാൻ എല്ലാം അങ്ങ് നിർത്തി. അതുപോലെ തന്നെ എൻ്റെ സ്കിന്നിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്ന് ഇങ്ങനെ കുന്നുകൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ കുഞ്ഞിന് ഒരു 6 month ആയതിൻ്റെ ശേഷമാണ് ഞാൻ കുറച്ച് സ്കിൻ കെയർ സ്ക്രബ് അങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങുന്നത്. പിന്നെ മസാജുകളും ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഒരുപാട് എനിക്ക് റിങ്കിൾസ് വന്നായിരുന്നു. ഞാനും ഭയങ്കരമായിട്ട് ഡിസപ്പോയിൻ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ സ്കിന്നും ഭയങ്കരമായിട്ട് പാളായി പോയിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ നീറ്റായിട്ട് എൻ്റെ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതൊക്കെ ഒന്ന് മാറി നീറ്റായിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോസ് ഞാൻ പറഞ്ഞില്ലേ ഓരോ പാർട്ടിനായിരിക്കും. നെക്സ്റ്റ് ഇത് കഴിഞ്ഞിട്ട് ഹൈബ്രോ എങ്ങനെയാണ് നമ്മൾ ലിഫ്റ്റ് ചെയ്ത് നിർത്തേണ്ടത്. അതായത് ഹൈബ്രോസ് ഇങ്ങനെ ഡ്രോപ്പ് ആയിട്ടുണ്ടാവില്ല, ചില പേർക്ക് ഒരു ഷേപ്പും ഇല്ലാതെ ഐബ്രോ നിങ്ങളിപ്പോൾ പാർലർ പോയിട്ട് ഐബ്രോ ഷേപ്പ് ചെയ്ത് എടുത്താലും ഐബ്രോ നന്നായിട്ട് നിൽക്കില്ല, അതിങ്ങനെ താമത് പോലെ നിൽക്കും. എന്നിട്ട് പാർലർക്കാർ നിങ്ങൾ കുറ്റം പറയട്ടെ, നമ്മൾ ഐബ്രോക്ക് നന്നായിട്ട് ഷേപ്പില്ല, ഫസ്റ്റ് നന്നായി ഷേപ്പ് വരുന്നുണ്ടായിരുന്നു. നമ്മൾ ഓരോരോ വർഷം കഴിയുമ്പോഴും ഒരു 6 month കഴിയുമ്പോഴും നമ്മുടെ സ്കിന്നിന് ഓരോരോ പ്രായം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് നമ്മളെ സ്കിന്ന് താവാൻ തുടങ്ങും കേട്ടോ. സ്കിന്നിൽ കൊളാജൻ നഷ്ടപ്പെടും. അപ്പോൾ നമ്മളെ സ്കിന്ന് തൂങ്ങാൻ തുടങ്ങും, താഴോട്ടേക്ക് വരും, മുകളിലോട്ട് ലിഫ്റ്റ് ആയിട്ട് ഇരിക്കില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഓരോരോ ടെക്നിക്കുകൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ ഹൈബ്രോസ് എങ്ങനെ നല്ല ഡിഫൈൻ ചെയ്തിട്ട് നിർത്തുക എന്നുള്ളതാണ്. ശരിക്കും ഈ ഒരു രീതിയിൽ ഹൈബ്രോ നിർത്തുക, അത് നമ്മൾ ഹൈബ്രോസ് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണോ അല്ല നമുക്ക് വേറെ എന്തെങ്കിലും ടെക്നിക്സ് ഉണ്ടോയെന്ന് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് ഈ ഐബ്രോ ഈ കണ്ണുകളൊക്കെ ഇങ്ങനെ കുടുത്തായിട്ട് ഇങ്ങനെ ചുരുങ്ങിയിട്ട് ഇവിടെ ഇങ്ങനെ ചുളിവ് വന്ന ആൾക്കാർക്ക് നല്ലൊരു മസാജ് നെക്സ്റ്റ് പറഞ്ഞുതരാം. അപ്പോൾ മൊത്തത്തിൽ ഒരു ഫേഷ്യൽ ഫീച്ചറിൻ്റെ ഫുള്ളുള്ള മസാജുകൾ ഞാനൊരു 5 or 6 സീരീസ് ആയിട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവരും കണക്റ്റ് ആയിട്ടിരിക്കുക. അപ്പോൾ കുറച്ച് ദിവസത്തിന് ഞാൻ വ്ളോഗ് ഇടുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വ്ളോഗ് ഇടുമ്പോൾ എന്തായാലും എൻ്റെ വാവ അതിൽ ഇൻക്ലൂഡ് ആവും കേട്ടോ. വാവ ഇല്ലാതെ വ്ളോഗ് ഇടാൻ പറ്റില്ല. കാരണം ചിലപ്പോൾ ഞാൻ വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും വാവ പെട്ടെന്ന് എണീക്കുന്നത്. അപ്പോൾ വാവനെ എടുക്കന്നെ വേണ്ടി വരും. അപ്പോൾ അതെല്ലാം ബുദ്ധിമുട്ടാകും അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ വാവക്ക് ഇതിലെടുക്ക് ഒരു ദിവസം ഫീവർ വന്നായിരുന്നു. അപ്പോൾ എൻ്റെ ഏട്ടൻ്റെ ഭാര്യ കുട്ടികളൊക്കെ ചീത്ത പറഞ്ഞു എന്നെ, നീ കുട്ടീനെ വീഡിയോയിലൊന്നും കാണിക്കണ്ട, അങ്ങനെ ഇങ്ങനെ. മുതിർന്ന ആൾക്കാർ അങ്ങനെ തന്നെ ആയിരിക്കില്ല, അവർക്ക് അതൊന്നും ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ എന്നോട് എൻ്റെ അടുത്തമ്മ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ വീഡിയോയിൽ കാണിക്കുന്നത് ഇതെല്ലാം കാണിക്കേണ്ട കുട്ടീനെ കുറച്ച് ദിവസം, പിന്നെ അതാണ് പനി വരുന്നത് അങ്ങനെ ഇങ്ങനെ. അപ്പോൾ ഞാനത് ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാനിനി കുറച്ച് ദിവസത്തിൽ കുറച്ച് സമയത്തിന് കേട്ടോ ഒരു വ്ളോഗ് ഇങ്ങനെ എടുക്കാൻ പറ്റിയ എടുക്കുക. കുഞ്ഞുമാവനെ കൂട്ടിയിട്ടുള്ള വ്ളോഗ് എന്തായാലും ഉണ്ടാവില്ല. ഞാൻ കുറേ വീഡിയോ കുഞ്ഞുമാവൻ്റെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അവർക്കൊന്നും ഇഷ്ടമല്ല കേട്ടോ, അവർക്ക് ഇഷ്ടമില്ലാതെ ഞാൻ ചെയ്യുന്നതാണ്. എന്തായാലും അവർ പറഞ്ഞത് എനിക്ക് അനുസരിക്കാതെ ഇരിക്കാൻ പറ്റില്ല. ആസ് എ മദർ എന്ന് വേണമെങ്കിൽ പറയട്ടെ. ഞാൻ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ മുമ്പ് എനിക്ക് എൻ്റെ ഏട്ടൻ്റെ ഭാര്യ എന്നതിലുപരി എൻ്റെ ഒരു സ്വന്തം ഉമ്മാനെ പോലെയാണ് കേട്ടോ. കാരണം ഞാനൊരു ചുപ്പി ഭാവമായിട്ടിരിക്കുമ്പോൾ അവർ വന്നതാണ് ഏട്ടനെ കല്യാണം കഴിച്ചിട്ട്. അന്ന് മുതൽ നമ്മൾ ആ ഒരു രീതിയിലേ കൊണ്ട് നടക്കുന്നുള്ളൂ. അപ്പോൾ അവരും ആ ഒരു കെയറിങ് ആണ് ഇങ്ങോട്ട് കാണിക്കുന്നത്. അപ്പോൾ നമ്മളും അതുപോലത്തെ അവർക്ക് റെസ്പെക്റ്റ് കൊടുക്കണം. അപ്പോൾ ആരും ഒന്നും വിചാരിക്കരുത് ഇനി വ്ളോഗ് കുഞ്ഞുമാവനെ കാണിക്കുന്നില്ല അങ്ങനെ ഇങ്ങനെയൊന്നും ചോദിക്കേണ്ട കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞത്. അപ്പോൾ കുറച്ച് ദിവസത്തിന് കുഞ്ഞുമാവനെ കാണിക്കില്ല, വ്ളോഗ് ഉണ്ടാവില്ല. വ്ളോഗ് ഉണ്ടെങ്കിലും ഞാൻ മാത്രമായിരിക്കും കേട്ടോ, അതിൽ ഞാൻ നിയാസ്കല്ലായിരിക്കും, കുഞ്ഞുമാവനെ കാണിക്കുന്നില്ല. അപ്പോൾ ഓക്കെ, ബൈ, ടേക്ക് കെയർ.